വർഷങ്ങളായിട്ട് വയറ്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഗ്യാസ്, പുളിച്ചു തകട്ടൽ, എരിച്ചിൽ, വയറ്റിന്ന് പോവാതിരിക്കുക ഇത്തരം പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടോ? പല ടെസ്റ്റുകൾ ചെയ്തിട്ടും പല മരുന്നുകൾ എടുത്തിട്ടും മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് 14 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഡോക്ടർ ആമിന, നിരല നാച്ചുറൽ കെയർ സെൻ്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടുള്ള ഗ്യാസ്, പുളിച്ചു തകട്ടൽ, ഊതി വേർതിരിക്കുക, വയറ്റിന്ന് പോവാതിരിക്കുക, എരിച്ചിൽ, ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ്. എന്നാൽ ഇത് അടിക്കടി ഉണ്ടാവുക, എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുക, ഇതൊരു ബുദ്ധിമുട്ട് അല്ലാത്തതുപോലെ ആയി മാറിയ ആളുകൾ പോലും ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസർ വരെ എത്താനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ഇത്തരത്തിൽ എപ്പോഴും ഗ്യാസ് കയറുക, പുളിച്ച് തകട്ടുക, എരിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ട്, ടോയ്ലറ്റിൽ പോകുമ്പോൾ വയറ്റിന്ന് പോവാതിരിക്കുക, ബ്ലീഡിങ് ഉണ്ടാവുക ചില ആളുകൾക്ക്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉറപ്പായിട്ടും ദഹന വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കാരണവും അവിടെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ കാരണവും അവിടെ ഉണ്ടായിരിക്കുന്ന ഡാമേജ് കാരണവുമാണ്. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് റിവേഴ്സ് ചെയ്യാനും എളുപ്പമാണ്. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ആദ്യത്തെ കാരണം നമ്മൾ കഴിക്കുന്നതാണ്. കാര്യം ഈ ഒരു ആമാശയം എന്ന് പറയുന്ന പാർട്ടിലേക്ക് ആകെ എത്തുന്നത് നമ്മൾ എന്താണോ ഉള്ളിലേക്ക് കഴിക്കുന്നത് ആ വസ്തുക്കളാണ്. പിന്നെ അവിടെയുള്ളത് മെംബ്രെയിനും അവിടെ ആസിഡുമാണുള്ളത്. അപ്പോൾ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ഈ ഒരു ആ പ്രശ്നത്തിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന പുളിച്ചു തകട്ടലും അതുപോലെ തന്നെ എരിച്ചിലും ഒക്കെ അനുഭവപ്പെടുന്നത്. ഈ ഫുഡുകളിൽ മെയിനായിട്ട് സ്പൈസി ആയിട്ടുള്ളത്, ഓയിലി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഉപ്പ് കൂടുതലുള്ളത്, ഡീപ്പ് ഫ്രൈ ചെയ്ത ഭക്ഷണം, ഇത്രയും ഭക്ഷണമാണ് വയറ്റിനകത്തെ pH വ്യതിയാനം വരുത്തുന്നതും ആ pH വ്യതിയാനം വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു മെംബ്രെയിന് പ്രശ്നം വരുന്നതും. ഈ ഒരു മെംബ്രെയിന് പ്രശ്നം വരുന്നത് കൂടിയ pH ഉള്ളപ്പോഴും, അതുപോലെ തന്നെ ഈ pHന്, അതായത് ഈ ആസിഡിന് പ്രശ്നം വരുന്നത് ഈ ഓയിൽ ഒക്കെ വന്നതിന് ശേഷം കൂടുതൽ വെള്ളം വന്നിട്ട് ഡൈല്യൂട്ട് ആവുന്നത്, ഓയിൽ വന്നിട്ട് അതിൻ്റെ ടെക്സ്ചർ മാറുന്നതൊക്കെയാണ് ഈ ഒരു ആസിഡിന് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ, ഒരു ദിവസം 2 ദിവസം ചെയ്യുന്നതല്ല. ചില ആളുകൾ കാലാകാലങ്ങളായിട്ട് സ്പൈസി ഫുഡും ഓയിലി ഫുഡും അതവരുടെ ജീവിത ശൈലിയായിരിക്കാം. പക്ഷേ അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷമായിരിക്കും അവർക്ക് ഈ ഒരു എരിച്ചിൽ, പുകച്ചിൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. പിന്നെ അത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരുപാട് കാലതാമസവും അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ടും ഇടേണ്ടി വരും. ഈ ഒരു എഫേർട്ട് എന്ന് പറയുമ്പോൾ അതൊരു വളരെ കുറഞ്ഞ ടൈം പീരീഡിൽ വലിയ ഒരു എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ സ്പൈസി, ഓയിലി, ഒരു സോൾട്ടി ഫുഡ് എങ്ങനെയാണ് വയറിനെ എഫക്റ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓവർ ഈറ്റിംഗ് ആണ്. ഒരുപാട് ഭക്ഷണം വാരി വലിച്ച് കഴിക്കുക, അതിൽ തന്നെ നൈറ്റ് ഒരുപാട് ഫുഡ് കഴിക്കുക. ഈ നൈറ്റ് എന്ന് പറയുന്ന സമയം ശരീരത്തിന് റെസ്റ്റിനുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്ന സ്വഭാവം ഇപ്പോൾ ഒരുപാട് ആളുകൾക്കുണ്ട്. ഇത്തരത്തിൽ നൈറ്റിൽ ഫുഡ് കൂടുതൽ കഴിക്കുക. അതുമാത്രമല്ല, പകലായാലും ഏത് സമയത്തായാലും നമ്മുടെ ആമാശയത്തിൻ്റെ ഒരു ഭാഗം, 1/3 ഭാഗം ഒഴിച്ചിടണം എന്നാണ്. ആ ഒരു ഭാഗം കൂടി ഫില്ലാവുന്ന രീതിയിൽ ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ അടിക്കടി ഫുഡ് കഴിക്കുക, പല രീതിയിലുള്ള ഫുഡ് കഴിക്കുക. അങ്ങനെ ഓവർ ഈറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ വയറ്റിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും, ഇതുപോലെ എരിച്ചിൽ, പുകച്ചിൽ, അല്ലെങ്കിൽ IBD, IBS അതുപോലുള്ള കുറച്ചും കൂടി ലൈഫ് സ്റ്റൈലിന് ഒത്തിരി റിവേഴ്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഡിസീസിലേക്ക് വരെ എത്തിക്കാറുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. അതായത് ഇന്നിപ്പോൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നാളെ 10 മണിക്ക്, മറ്റന്നാൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ആ ഒരു രീതിയിൽ ഒരു ക്രമമില്ലാതെ, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ക്ലോക്കിൽ പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് 8 മണിക്ക് ഫുഡ് കഴിച്ചെങ്കിൽ നാളെ 8 മണിക്ക് ഫുഡ് കഴിക്കുമെന്ന് വിചാരിച്ച് വയറ് ആസിഡ് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ വയറിനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യുകയാണ്. പല രീതിയിൽ പല സമയങ്ങളിൽ ഫുഡ് മാറി മാറിയൊക്കെ കഴിച്ചിട്ട് വയറിനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ എപ്പോൾ ചെയ്യണമെന്നതിന് ഒരു തിട്ടം വരത്തില്ല. അപ്പോൾ ആ സമയത്ത് പല രീതിയിൽ ഇൻഡൈജഷൻ്റെ ഇഷ്യൂവിലേക്കും അതുപോലെ തന്നെ ആസിഡിറ്റിയുടെ ഇഷ്യൂവിലേക്കും ഒക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് വെള്ളം കുടിക്കുന്നതിൻ്റെ രീതിയാണ്. പല ആളുകളും ഫുഡിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം, കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് കുടിപ്പിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഫുഡിന് മുന്നോ അല്ലെങ്കിൽ ഫുഡിന് ശേഷമോ അല്ലെങ്കിൽ ഫുഡിൻ്റെ കൂടെയോ ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് ഇൻഡൈജഷനും അതുപോലെ തന്നെ ദഹന പ്രക്രിയയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും ആമാശയത്തിനെ ബുദ്ധിമുട്ടിക്കാനും കാരണമാവും.
ഭക്ഷണത്തിന് തൊട്ട് മുമ്പാണെങ്കിൽ ആ വെള്ളം വന്നിട്ട് ആ ഉണ്ടായിരിക്കുന്ന ഒരു ആസിഡ് ഡൈല്യൂട്ട് ആയി പോകും. അതുപോലെ തന്നെ ഭക്ഷണത്തിന് കൂടെ ആണെങ്കിലും ആസിഡ് ഡൈല്യൂട്ട് ആയി പോകും. ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹിക്കപ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് വാം വാട്ടർ എടുക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്തത് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഈ ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധിച്ച് കുടിപ്പിക്കുന്ന ആ പ്രോസസ്സിൽ ഇതെല്ലാം ഡൈല്യൂട്ടായി ആ ഒരു ദഹന പ്രക്രിയ നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്? ഭക്ഷണത്തിന് ഒന്നുകിൽ അരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അതിന് മുന്നേ വെള്ളം കുടിക്കുക. ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ 1 മണിക്കൂർ ശേഷം വെള്ളം കുടിക്കുക. ദഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് ശീലം ഉണ്ടെങ്കിൽ വാം വാട്ടർ വളരെ കുറച്ച് സിപ്പ് ചെയ്യുക. അടുത്തതായിട്ട് വയറിന് പ്രശ്നമുണ്ടാകുന്നത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. അതായത് ഒന്നും നോക്കാതെ ഡയറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ഫുഡ് കഴിക്കുക. അതായത് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കഴിക്കുക, അതിനകത്ത് ഒരു മീൻ കറി, ഒരു പീസ് മീൻ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു മീൻ വറുത്തതായിരിക്കും, തോരൻ, അവിയൽ ഒന്നുമില്ല. ഇനി അതുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോവാതിരിക്കാനുള്ള ഒരു കാരണമാവും. കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫൈബറിൻ്റെ ആവശ്യമുണ്ട് വയറ്റിന്. അത് ഫൈബർ ഒരു ചൂലായിട്ടാണ് വയറ്റിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് അടിച്ച് വാരി അത് ക്ലീൻ ആക്കാനായിട്ട് ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈബറിൻ്റെ അഭാവത്തിൽ ആ ഒരു വേസ്റ്റ് എല്ലാം കെട്ടിക്കിടക്കുകയും ക്രമേണ അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുക, അതിൽ പസ് വരിക, പഴുപ്പ് വരിക, അത്തരത്തിൽ പിന്നെ പെയിനായിട്ട് മാറുക, അങ്ങനെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായിട്ട് മുകളിലേക്കൊക്കെ എരിച്ചിൽ പോലെ ഫീൽ ചെയ്യുക. പിന്നെ ഈ ഒരു ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ടിരിക്കുന്ന സമയത്ത് ഇത് മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു മുറിവുകളിലൂടെ കൂടി തട്ടിയിട്ട് ഒരു എരിച്ചിലും അതുപോലെ തന്നെ റിഗർജിറ്റേഷൻ്റെ സമയത്ത് ആസിഡ് മുകളിലേക്ക് കയറുന്ന അവസ്ഥയും ഉണ്ടാവും. പതിയെ പതിയെ നിങ്ങളുടെ ഈ ഒരു ഈസോഫാഗസിൻ്റെ അവിടെ മുകളിലേക്ക് കയറാതിരിക്കാനായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന വാൽവുണ്ട്. ആ വാൽവ് പോലും പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ചെറിയ ചെറിയ സിംറ്റംസ് ആയിട്ടുള്ള ഗ്യാസ് എപ്പോഴും കയറുന്നു, അപ്പോൾ തന്നെ നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട്, ഒരു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനെ കണ്ട് ഞാൻ എന്തൊക്കെ മാറ്റമാണ് ഞാൻ ഫുഡ് കഴിക്കേണ്ടതിൽ വരുത്തുന്നത് എന്നൊന്ന് ഉറപ്പ് വരുത്തുക. വയറ്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാവും. കാര്യം വയറൊന്ന് അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വയറ്റിൽ ഗ്യാസ് കയറുക, അതുപോലെ തന്നെ പുളിച്ച് തകട്ടുക, ഊതി വേർതിരിക്കുക വയറ്, ഇത്തരം പ്രശ്നങ്ങൾ കൂടാതെ വൊമിറ്റ് ചെയ്യാൻ വരിക, വൊമിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എപ്പോഴും ഹിക്കപ്സ് വരിക, ബേർപ്സ് വരിക, വായിൽ സ്മെല്ല് ഉണ്ടാവുക, വാ തുറക്കുമ്പോൾ സ്മെല്ലുണ്ടാവുക, അതുപോലെ തന്നെ വായിലൊക്കെ പുണ്ണുണ്ടാവുക. ഇത്തരം പ്രശ്നങ്ങളും ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസിൻ്റെ അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാറുണ്ട്. കൂടുതൽ ആളുകളും ഇതൊന്നും ഇനി മാറില്ല, എപ്പോഴും പാൻറ്റി കഴിക്കുക, പാൻറ്റപ്രസോൾ ടാബ്ലറ്റ്സ് കഴിക്കുക, ഗ്യാസ് കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ തന്നെ ഇനി എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. ഒരുപാട് മരുന്നുകൾ ഞാൻ ട്രൈ ചെയ്തു, ഒരുപാട് ടെസ്റ്റ് ചെയ്തു, ഇനി ഇതൊന്നും മാറില്ല എന്ന് വിചാരിക്കുന്നവരാണ്. എന്നാൽ ഇത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട്. ഇതിലാദ്യമായിട്ട് വയറ്റിൽ വന്നിരിക്കുന്ന മുറിവുകൾ, അതിൽ വന്നിരിക്കുന്ന പസ്, ഇതെല്ലാം ഹീലായിട്ട് വരണം. അതിന് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡിനെ തന്നെ, നിങ്ങളൊരു കുഞ്ഞു കുട്ടിയുടെ ഒരു ദഹന വ്യവസ്ഥയാണ് നിങ്ങളുടേതെന്ന് ഒരു 7 ദിവസത്തേക്ക് അല്ലെങ്കിൽ 14 ദിവസത്തേക്ക് നിങ്ങളുടെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതിനുശേഷം വീനിങ് ഫുഡ് പോലുള്ള ഫുഡുകൾ വേണം നിങ്ങൾക്ക് ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അക്കോർഡിംഗ് ടു യുവർ സിവിയാരിറ്റി. നിങ്ങളുടെ സിവിയാരിറ്റി, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് 4 വർഷമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളാണ്, IBD IBS പോലെയുള്ള, അതായത് IBD IBSൻ്റെയൊക്കെ സിംറ്റം എന്ന് പറയുന്നത് എപ്പോഴും വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക, അതിൽ തന്നെ സ്റ്റൂളിൽ തന്നെ ബ്ലഡിൻ്റെ അംശം ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും. ഇപ്പം ഗ്യാസിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, ചെറുതായിട്ട് പൈൽസിൻ്റെ ഇഷ്യൂ ഒക്കെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസത്തിൽ അല്ലെങ്കിൽ 10 ദിവസം വരെ നിങ്ങൾ ഈ സൂതനിങ് ഡയറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സൂതനിങ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ വയറ്റിനെ ഒട്ടും തന്നെ ഇറിറ്റേറ്റ് ചെയ്യാത്ത കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനെ പോലെ വരുന്ന ഒരു ഫുഡായിരിക്കും. അപ്പോൾ അതിനകത്ത് ബ്ലാൻഡ് ആയിരിക്കും. നിങ്ങൾ ഒരുപാട് എരിവ് ഒന്നും നിങ്ങൾ ആഡ് ചെയ്യില്ല. മുളക് പൊടി, ചുവന്ന മുളക് പൊടി ഉപയോഗിക്കാനേ പാടില്ല. കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പറൊക്കെ ഉപയോഗിക്കാം. ഇതിനകത്ത് നിങ്ങൾ റാഗി കുറുക്ക്, അതിൽ തന്നെ തരിതരിയില്ലാത്ത, തവിടിൻ്റെ തരിതരിയൊന്നുമില്ലാത്ത റാഗി കുറുക്ക്, ഇതിൽ ഫൈബർ പറയുന്നില്ല, നിങ്ങൾക്ക് റാഗി കുറുക്ക് എടുക്കാം. അതുപോലെ തന്നെ സൂപ്പുകൾ, ക്യാരറ്റ് സൂപ്പ്, മത്തൻ്റെ സൂപ്പ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാൽക്കഞ്ഞി, പാല് ചേർത്ത്, തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കഞ്ഞി, അതിൽ തന്നെ തേങ്ങാ പീര വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം.
ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പോൾ പപ്പായ ആയാലും നിങ്ങൾക്ക് വാട്ടർമെലൺ ആയാലും ഒക്കെ കഴിക്കാം. ജ്യൂസുകൾ നിങ്ങൾക്ക് എടുക്കാം. ജ്യൂസുകളും ഫ്രൂട്ട്സ് ആണെങ്കിൽ ചവച്ചരച്ച് കഴിക്കുക. ഏതൊരു ഫുഡായാലും ചവച്ചരച്ച് വയറ്റിന് വലിയ ഒരു ബേർഡൻ കൊടുക്കാത്ത രീതിയിൽ, വയറ്റിന് പിന്നെ ഒരു ജോലി കൊടുക്കാത്ത രീതിയിൽ വായിൽ വെച്ച് തന്നെ അത് ചവച്ചരച്ച് വായിലുള്ള സലൈവയുമായിട്ട് അതിനകത്തുള്ള ആസിഡുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് വേണം വയറ്റിനകത്തേക്ക് എത്തിക്കാനായിട്ട്. ഇനി ജ്യൂസിൻ്റെ കാര്യമാണെങ്കിൽ ഒരുപാട് സമയം എടുത്ത് കുടിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് വേണം ഈ ഒരു ജ്യൂസ് കുടിക്കാൻ. അതിൽ തന്നെ ഏറ്റവും നല്ല ജ്യൂസ് ആഷ്ഗാർഡ് ജ്യൂസ്, അതായത് കുമ്പള ജ്യൂസും അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസും ആണ് ഇത്തരം സൂതനിങ് ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കുടിക്കേണ്ടത്. കൂടാതെ മോര് വെള്ളത്തിനകത്ത് കായം കലർത്തിയത്, അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം ഒക്കെ നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 7 ദിവസം ഇത്തരത്തിലുള്ള ഡയറ്റ് നിങ്ങൾ ചെയ്തു വരുന്ന സാഹചര്യത്തിൽ ഒരു മുറിവുകളെല്ലാം ഉണങ്ങി വയറൊന്ന് നേരെയായി വരും. ആ സമയത്ത് അടുത്ത കൺസ്ട്രക്റ്റീവ് ഡയറ്റിനുള്ള സമയമാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഡയറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ വാം വാട്ടറിനകത്ത് ഒരു തുള്ളി ഗീ ഇറ്റിച്ച് രാവിലെ എടുക്കാവുന്നതാണ്. വയറ്റിൽ നിന്നും പോകാനായിട്ട് തടസ്സമുണ്ടാവാതിരിക്കാനായിട്ട്. അതായത് രണ്ടാമത്തെ 7 ഡേയ്സിനുള്ള പ്ലാൻസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കിച്ചടി പോലെയുള്ള പരിപ്പ് ചോറ് ഒക്കെ ഒരുമിച്ച് വേവിച്ച് നല്ല വേവ് ഉള്ള ആ ഒരു കിച്ചടി പോലുള്ള ഭക്ഷണങ്ങൾ, പൊങ്കൽ, കിച്ചടി, കഞ്ഞി, അതുപോലെ തന്നെ കേർഡ് റൈസും കേർഡും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കേർഡ് റൈസ്, അത്തരത്തിലുള്ള ഫുഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആപ്പിൾ പോലുള്ള കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അവിയൽ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 7 ദിവസം ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് നോർമൽ ബാലൻസ്ഡ് പ്ലേറ്ററിലേക്ക് പോവാം. അങ്ങനെ ഒരു 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നത്തിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു മാറ്റം വരുന്നത് സിവിയാരിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലമായിട്ട് ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം IBD IBS പോലുള്ള കണ്ടീഷനൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു പ്രോബയോട്ടിക്കിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ദഹനക്കേട് ഉണ്ടാവും. കുറേ ആളുകൾക്ക് അബ്സോർപ്ഷൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അബ്സോർപ്ഷൻ്റെ പ്രശ്നം ഇത്തരം ആളുകൾ ചിലപ്പോൾ മെലിഞ്ഞൊക്കെ പോവാം. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള എന്തൊക്കെയാണോ ബോഡിയിൽ കണ്ടൻസ് കുറഞ്ഞിട്ടുള്ളത്, വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ കാൽസ്യം അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം റീപ്ലേസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡൈജഷന് വേണ്ടിയിട്ട് ഉള്ള സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ കൂടി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു സ്പീഡ് റിക്കവറി കൂടി കിട്ടും. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് പൈൽസിൻ്റെ ഇഷ്യൂസ് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ചെറിയ കുരുക്കളുടെ പ്രശ്നങ്ങൾ, ബ്ലീഡിങ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മുക്കുറ്റി എടുക്കുന്നത് നല്ലതാണ്. ഇത് കൺസ്ട്രക്റ്റീവ് ഡയറ്റ് ആ ഒരു ടൈമിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ സൂതനിങ് ഡയറ്റിൻ്റെ സമയത്ത് മുക്കുറ്റി തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു കൺസ്ട്രക്റ്റീവ് ഡയറ്റ്, അതായത് 2ാമത്തെ ആഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കുറ്റി അരച്ച് ആ ഒരു പേസ്റ്റ് പാലിലോ അല്ലെങ്കിൽ തേനിലോ ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ താറാവിൻ്റെ മുട്ട കല്ലുപ്പ് ലായനിക്കകത്ത് ചെറിയ ഹോൾസ് ഇട്ടിട്ട് രാത്രി മൊത്തം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് രാവിലെ കഴിക്കാവുന്നതാണ്. അതുപോലെ അത്തിപ്പഴം, ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള അത്തിപ്പഴം കഴിക്കുന്നതും നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാനും അതുപോലെ തന്നെ ഈ ഒരു പൈൽസിൻ്റെ പ്രശ്നം ചുരുങ്ങാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ്സ് ആണ്. വയറിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ തന്നെ ഹിപ്പ് ബാത്താണ്. പൈൽസിൻ്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹിപ്പ് ബാത്തിനകത്ത് ഹിങ്കോജാതി ചൂർണം കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കല്ലുപ്പോ അല്ലെങ്കിൽ എപ്സം സോൾട്ടോ ഒക്കെ ആഡ് ചെയ്യുന്നത്, പച്ചമഞ്ഞളിൻ്റെ ശുദ്ധമായിട്ടുള്ള മഞ്ഞളിൻ്റെ പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും ചുരുങ്ങി പോകാനായിട്ട്. ഇനി അതല്ലാതെ കോൾഡ് അബ്ഡോമിനൽ പാക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ ഒരു ഭാഗത്ത് വയറിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ഹീറ്റായിട്ടുണ്ടാവും. കാര്യം വയറ്റിൽ നിന്ന് പുറത്ത് പോവാത്തതും അതുപോലെ തന്നെ വയറിൽ ഈ ഒരു ആസിഡിൻ്റെ കൂടുതലും ഒക്കെ കാരണം, അതുപോലെ അവിടെ ഇൻഫ്ലമേഷൻ കൂടുതലുള്ളത് കാരണം വയറിനൊരു നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് ഒരു 4 മടക്ക് ആക്കാൻ പറ്റുന്ന ടവല് 4 മടക്കാക്കി അതിനെ വെറ്റ് ചെയ്ത് പിഴിഞ്ഞതിന് ശേഷം വയറ്റത്ത് ഇടുക. 20 മിനിറ്റ് കഴിഞ്ഞ് അത് റിമൂവ് ചെയ്യുക. ഇത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇനി മഡ് ആപ്ലിക്കേഷനാണ്. മഡ് എല്ലായിടത്തും അവൈലബിൾ ആവണം എന്നില്ല. ഈ ഒരു മഡിൻ്റെ ഒരു പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം വയറ്റത്ത് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതും സെയിം തന്നെയാണ്. ഒരു ഹീറ്റൊക്കെ അബ്സോർബ് ചെയ്ത് അബ്ഡോമിനൽ ഓർഗൻസിൻ്റെ ഹെൽത്ത് ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു സ്പീഡായിട്ടുള്ളൊരു റിക്കവറി നിങ്ങൾക്ക് കിട്ടും. ചില ആളുകൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നമായിരിക്കാം. വയറ്റിലെ പ്രശ്നങ്ങളിൽ ആസിഡിൻ്റെ പ്രശ്നങ്ങൾ 2 രീതിയിലുണ്ട്. ഒന്ന് ആസിഡ് കൂടുതലായിരിക്കാം, ഒന്ന് ആസിഡ് കുറവായിരിക്കാം. അപ്പോൾ ആസിഡ് കുറവാണെങ്കിൽ ദഹനം
കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് ഒരു ദിവസം ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തൊന്ന് കുടിച്ച് നോക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു ഭൂരിഭാഗവും ഒരു ഇൻഡൈജഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ സിഡർ വിനെഗർ ഒന്നുകിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ചേർത്തിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാലഡിൽ ഡ്രസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കുക ഇത്തരത്തിൽ ആസിഡ് കുറവ് ഉള്ള ആളുകളാണെങ്കിൽ. ഇനി ആസിഡ് കൂടുതലുള്ള ആളുകളുണ്ടാവും, അവർക്ക് എപ്പോഴും പുളിച്ച് തകട്ടലൊക്കെ ഉണ്ടാവും, ആസിഡ് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന ഒരു പ്രവണത ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ വളരെ അടുത്തായിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ കായം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഒരു വാം വാട്ടറിനകത്ത് കായം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബട്ടർ മിൽക്കിനകത്തും കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ആസിഡിക് നേച്ചർ ഒന്ന് ആൽക്കലിക് ആയിട്ട് മാറും. അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർ ഉലുവ, കരിഞ്ജീരകം, അയമോദകം ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ, ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി തിളപ്പിച്ച വെള്ളം, ഇനി വെളുത്തുള്ളി ഒക്കെ എടുക്കുന്നത് ഇവർക്ക് ഈ ഒരു ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഈ ഒരു സൂതനിങ് ഡയറ്റ് നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ല, ഇത്തരത്തിലുള്ള ഒരു ഡയറ്റും പാറ്റേണും ഒന്നും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യം സൂതനിങ് ഡയറ്റ്, പിന്നെ കൺസ്ട്രക്റ്റീവ് ഡയറ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവ് ഡയറ്റിൻ്റെ സമയത്ത് പൈൽസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ റെമഡീസ് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ആസിഡ് കൂടുതലുള്ളവരാണെങ്കിൽ അതിനുള്ള റെമഡിയും, ആസിഡ് കുറവുള്ളവരാണെങ്കിൽ അതിന് കഴിക്കേണ്ടതൊക്കെ കഴിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പ്രൊബയോട്ടിക്കും വയറ്റിനെ ക്യൂർ ചെയ്യാനായിട്ടുള്ള ഒമേഗയും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കൂടി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു കണ്ടീഷൻ എത്രയും പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്ത് വിത്തിൻ 21 days ഒക്കെ നിങ്ങൾക്ക് ഇത് റിവേഴ്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും അതുപോലെ തന്നെ ഇൻ പേഷ്യൻറ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.